ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ബനാന കേക്കാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. നേന്ത്രപ്പഴം മൈദയും കൊണ്ടാണ് ബനാന കേക്ക് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. ഇതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല മധുരം ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊടുത്താൽ മതി. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് പാലാണ്, പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. ഇതൊരു അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇതിലേക്ക് മൈദയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പഴവും പാലെല്ലാം കൂടിയിട്ടുള്ള ഇതുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു സൈഡിലേക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു പരന്നിട്ടുള്ളതുണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ കുക്കറിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഈ മാവൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുക്കറിലേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഒന്നും ഉണ്ടാവാതിരിക്കാനാണ്. ഇനി ഇതേപോലത്തെ ഒരു മൂടിയുടെ മുകളിൽ വേണം കുക്കർ വെക്കാനായിട്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത് ആദ്യം കുറച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ നമ്മൾ വെയിറ്റ് ഇടാതെ വേണം കുക്കർ അടയ്ക്കാനായിട്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഇതേപോലത്തെ ഒരു കത്തി വെച്ചിട്ടൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കത്തിയുടെ മുകളിലൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതേപോലത്തെ സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഇനി അടുത്ത ദിവസം വരാം. താങ്ക് യു.